ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഇതന്നെയായിരുന്നു എല്ലാവരുടെയും ചോദ്യം. സത്യത്തിൽ ഈ ക്രിസ്മസ് എന്നത്തെയും പോലെ ഒരു നോർമൽ ഡേ ആയിരുന്നു. മോർണിംഗ് വന്ന് ഷിഫ്റ്റിന് കയറി. ഇതാ നമ്മുടെ മാനേജർ സബ് പകുതി ഉറക്കത്തിൽ വന്ന് കയറിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. കുക്കിങ്ങും കാര്യങ്ങളൊന്നും കുറച്ച് ദിവസത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് വാങ്ങി വെച്ച ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും ഉറുമ്പ് കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് 2-3 ആഴ്ച മുന്നേ വാങ്ങി വെച്ച മുട്ട വിരിയാനായത് കണ്ടത്. കുലുക്കി നോക്കിയപ്പോ എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിച്ചു നോക്കിയതാ. ദൈവമേ, പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടെ കൊണ്ട് കളഞ്ഞു. അതിന്റെ ഇടയിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ബാക്കി ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇടയിൽ ബോറടിച്ചപ്പോഴത്തേക്ക് തലേ ദിവസം ക്ലയന്റ് കേക്കും വൈനും കൊണ്ടു തന്നായിരുന്നു. അതൊക്കെ എടുത്ത് കഴിച്ചു. ഈ കേക്ക് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിതാ ഇങ്ങനെയാണ് കേക്ക് കഴിക്കുക. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്ക് എന്റെ ഡ്യൂട്ടിക്ക് വിട്ടു. വൈകുന്നേരം സെയിം അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ക്രിക്കറ്റ് ഒക്കെ കളിച്ചിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കിന്റെ പുറത്ത് പടക്കം പൊടിക്കുന്നു. അതൊക്കെ നോക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വിട്ടു. എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ ക്രിസ്മസ് ആയിട്ട്. അങ്ങനെ അവരെടുത്ത് പോയി കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങനെ അവസാനിച്ചു.